ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. കാർഡ്സ് എടുത്ത് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യാട്ടോ. നിങ്ങളുടെ പേഴ്സണെയും നിങ്ങളുടെ കറന്റ് സിറ്റുവേഷനും മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് തന്നെ. എന്താണ് അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇത് ഡബിൾ കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ഒരു കറന്റ് എനർജി നോക്കുകയാണെങ്കിൽ എന്തോ ഒരു കാര്യത്തിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അവരുടെ എനർജി ഇപ്പോൾ വളരെ നെഗറ്റീവ് വൈബ്രേഷനിലാണ്. അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കോണ്ടാക്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല, നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ടാവില്ല. ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ആരെങ്കിലും ഒരാൾ മൂവ് ഓൺ ചെയ്ത് ഉണ്ടാകുമായിരിക്കും. എന്താണെങ്കിലും ഇപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം ഫേസ് ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, പേഴ്സൺ എന്തോ ഒരു കാര്യത്തിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവരായിരിക്കാം മേ ബി നിങ്ങളുടെ അടുത്ത് നിന്നും നിങ്ങളെ മാറ്റി നിർത്തി പോയിട്ടുണ്ടാകുക. എന്താണെങ്കിലും അവരിപ്പോൾ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. ഒരു ഡിസിഷൻ ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റാതെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഇപ്പോൾ അവർ ഈ ഒരു നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ നെക്സ്റ്റ് ആക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ അത് എൻഡ് ആകും എന്നുള്ളതാണ്. അതായത് ചില കാര്യങ്ങളിൽ അവർ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത് മേ ബി ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. എന്തോ സംതിങ് അവരുടെ ലൈഫിൽ അവരിങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ. ഓക്കെ, ആ ഒരു കാര്യത്തിന് എൻഡ് വരും എന്നുള്ളതാണ്. അത് ഡെത്ത് ആയിട്ട് റീബർത്ത് ആണ് ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ. ആ ഉള്ള ഒരു സിറ്റുവേഷൻ എൻഡ് ആയിട്ട് റീബർത്ത് ആകും. അതായത് ചേഞ്ച് വന്നിട്ട് പുതിയതായിട്ട് തുടങ്ങും എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ നോ കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ അതിന് ഒരു എൻഡ് സംഭവിക്കുന്നതാണ്. അതായത് നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ സംഭവിക്കുന്നതാണ്. ഓക്കെ, വളരെ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ. എന്താണ് അവർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. അതായത് അറിയുന്നില്ല അവർക്ക് കാര്യം. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനോ കോണ്ടാക്റ്റോ ഒന്നും ഉണ്ടാവില്ലായിരിക്കാം. നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം ഈ റീസൺ എന്താണെന്നുള്ളത് അറിയില്ലായിരിക്കാം. നിങ്ങൾ ചോദിക്കുമ്പോൾ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാനും തയ്യാറാവുന്നുണ്ടാവില്ല. പക്ഷെ അവർ മനസ്സിൽ പറയുന്ന ഒരു കാര്യം കൺഫ്യൂസ്ഡ് ആണ്. എങ്ങനെയാണ് ഞാൻ ഈ സിറ്റുവേഷനെ ഓവർകം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ഞാൻ എങ്ങനെയാണ് എൻഡ് ആക്കേണ്ടത്? ഓക്കെ, ഇതൊക്കെയാണ് അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സൈലന്റ് ആയി ഇരുന്ന് അവരുടെ ഉള്ളിൽ അവർ ചിന്തിക്കുന്ന കാര്യം ഇതൊക്കെയാണ്. ആ ഒരു കൺഫ്യൂഷനിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ജഡ്ജ്മെന്റ് ആണ്. ഒരു ജഡ്ജ്മെന്റ് വരുന്നുണ്ട്. ഓഫ്കോഴ്സ് ഒരു ജഡ്ജ്മെന്റ് വരുന്നുണ്ട്. ഡെത്ത് കാർഡും അതുപോലെ ജഡ്ജ്മെന്റ് കാർഡും വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ജഡ്ജ്മെന്റിന് ശേഷം തന്നെ നിങ്ങൾക്ക് ഒരു റീബർത്ത് ഉണ്ടാവുന്നതാണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവുന്നതാണ്, റീയൂണിയൻ ഉണ്ടാവുന്നതാണ്. ഡിസ്കണക്ട് ആയി പോയിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തോ ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളൊരു ഹസ്ബൻഡ് വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണെങ്കിലും എന്ത് റിലേഷൻ ആണെങ്കിലും നിങ്ങൾ തമ്മിൽ വേർതിരിഞ്ഞ് നിൽക്കുവാണെങ്കിൽ അതിനൊരു റീബർത്ത് റീയൂണിയൻ ഉണ്ടാവുന്നതാണ്. ഡിസ്കണക്ട് ആയത് റീകണക്ട് ആവുന്നതാണ്. ഒരു ജഡ്ജ്മെന്റിന് ശേഷം നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് വരുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒരു ജഡ്ജ്മെന്റ് വരുന്നുണ്ട്. ഓക്കെ, അവരുടെ ആ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടും അവരുടെ ആ സ്റ്റക്കായി നിൽക്കുന്ന എനർജിയിൽ നിന്നും അവർക്ക് മാറാൻ വേണ്ടിയിട്ടും ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ആകുന്നതാണ്. അതിന്റെ ഇടയിൽ ഒരു ജഡ്ജ്മെന്റ് വരുന്നതാണ്. 3 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം വേർതിരിഞ്ഞ് പോയിട്ടുണ്ടാകുക. എക്സ്ട്രാ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിന്റെ ഇടയിൽ വേറെ ഓപ്ഷൻസ് തെരഞ്ഞു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, മേ ബി നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുള്ള മറ്റാളുകളുടെ പ്രസൻസ് കാരണമായിരിക്കാം നിങ്ങൾ
വേർതിരിഞ്ഞ് പോയിട്ടുണ്ടാകുക, നിങ്ങളിൽ ഒരാൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാകുക. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം, അതിൽ നിന്നെല്ലാം ഒന്ന് മൂവ് ഓൺ ആയി വരണം, ആ സിറ്റുവേഷൻ എല്ലാം എൻഡ് ആക്കണം. ഉറപ്പായിട്ടും അത് ചെയ്യുന്നതാണ്. കുറച്ച് സമയം വേണം എന്നുള്ളതാണ് അവർക്ക്. ഓക്കെ, ഇത്തിരി സമയം വേണം ആലോചിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ കുറച്ച് സമയം എന്തായാലും വേണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ജഡ്ജ്മെന്റ് കാർഡ് വന്നതുകൊണ്ട് ഈ ഒരു ജഡ്ജ്മെന്റ് വരാനുള്ളൊരു ടൈം ആയിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്യൂൻ ഓഫ് പെന്റക്കിൾ ആണ്. യൂണിവേഴ്സ് ആയിട്ട് ഇപ്പൊ ഇവരായിട്ട് ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് മാറിയില്ലെങ്കിലും ഈ ഒരു റിയൂണിയന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ആയിട്ട് ഒരു തീരുമാനം എടുക്കുന്നതാണ്. ഓക്കെ, ഇവരുടെ സോള് ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിയൂണിയന് വേണ്ടിയിട്ട്. പക്ഷെ അവരുടെ ആ ഒരു എനർജിയിൽ അവർ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോൾ, ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ തീരുമാനം എടുക്കുന്നത് വളരെ ഡിലേ ആയി പോവാം. ഇത് നിങ്ങളുടെ എനർജിയും ഡൗൺ ആയിരിക്കുന്നത്, നിങ്ങൾ ഫോഴ്സ് ചെയ്യുന്നത് ചേസ് ചെയ്യുമ്പോഴും ചേസ് ചെയ്ത് പോകുമ്പോഴും ഈ എനർജിയിൽ തന്നെ ആ വ്യക്തി ഇരിക്കും. അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ ആകും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചേസ് ചെയ്തൊക്കെ പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. കാര്യം അവർക്ക് അതൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ കുറിച്ചിട്ട് ചിന്ത വരാൻ വേണ്ടിയിട്ടും കുറച്ച് സമയം അവർക്ക് എന്തായാലും കൊടുക്കുക. ഓക്കെ, അവരായിട്ട് തീരുമാനം എടുത്തില്ലെങ്കിലും യൂണിവേഴ്സ് ആയിട്ട് ആ ഒരു തീരുമാനം എടുക്കുന്നതാണ് നിങ്ങൾ തമ്മിലുള്ള റിയൂണിയൻ, നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, വളരെ ഹൃദയവേദന, വളരെ ഹാർട്ട് പെയിൻ അവർ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ. ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് അവർക്ക്, പല ആളുകളെടുത്തും ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, കാര്യം ഞാൻ പറഞ്ഞു, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അവരുടെ കരിയറോ അവരുടെ ഫാമിലി എന്താണെങ്കിലും, ഒരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയിൽ നിന്നും മാറിയിട്ട് നിങ്ങളടുത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓക്കെ, കാര്യം നിങ്ങൾ തമ്മിൽ ഒന്നിക്കേണ്ട രണ്ട് സോളുകളാണ്. എത്ര ആളുകൾ വന്നിട്ടുണ്ടെങ്കിലും എന്ത് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ ഒന്നിക്കേണ്ട ആളുകളാണ്. ഓക്കെ, അത് ആ സിറ്റുവേഷൻ വന്നിട്ടുള്ളത് ചില ലിസൺസ് അവർക്ക് എടുക്കാൻ വേണ്ടി മാത്രമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ലിസൺസ് ഈ പേഴ്സണിൽ നിന്ന് കിട്ടാൻ വേണ്ടി മാത്രമായിരിക്കും ഇങ്ങനെ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകൾ ഇവരുടെ ലൈഫിലേക്കൊക്കെ കയറി വന്നിട്ടുണ്ടാവുക. ഓക്കെ, അത് അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ തന്നെ വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. സോ ആരോടൊക്കെ അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ, എന്തൊക്കെയോ കോമ്പറ്റീഷൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ നടത്തേണ്ട അവസ്ഥകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഫേസ് ചെയ്യുകയാണ്. ഓക്കെ, അതുകൊണ്ടായിരിക്കും അവരിപ്പോൾ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്നത്. പെയിൻ അനുഭവിക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, വളരെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെയധികം ഹൃദയവേദന, നിങ്ങളുടെ മെമ്മറീസിലെല്ലാം അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്ന, അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.